കണ്ണൂർ തലശ്ശേരി മണോളിക്കാവിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരു CPIM പ്രവർത്തകൻ കൂടി അറസ്റ്റിലായി. കുട്ടിമാക്കൂർ സ്വദേശി സഹദേവനാണ് അറസ്റ്റിലായത്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, വിവരങ്ങൾ. റിജിത്ത്, CPM പോലീസ് സംഘർഷത്തിൽ ഇതുവരെ 2 കേസുകളിലായി 82 CPIM പ്രവർത്തകരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ ഇതുവരെ 2 പേരുടെ അറസ്റ്റ് മാത്രമേ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇതിൽ രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയമായ കാര്യം. കുട്ടിമാക്കൂർ സ്വദേശി സഹദേവൻ, NC ലിനേഷ് എന്നിവരുടെ അറസ്റ്റ് മാത്രമാണ് ഇതുവരെ രേഖപ്പെടുത്താൻ കഴിഞ്ഞത്. തലശ്ശേരി മണോളിക്കാവിൽ തെയ്യ ഉത്സവത്തിനിടെ ആചാരപരമായ ചടങ്ങുകളുടെ സമയത്ത് CPIM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു എന്നത് BJP പ്രവർത്തകരുടെ ആരോപണം. പിന്നാലെ BJP CPIM പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോയി. സംഘർഷം തടയാനെത്തിയ പോലീസിനെ ആദ്യഘട്ടത്തിൽ CPIM പ്രവർത്തകർ മർദ്ദിച്ചു എന്നതാണ് ആദ്യ കേസ്. 4 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും അതിൽ 27 CPIM പ്രവർത്തകരെ പ്രതി ചേർക്കുകയും ചെയ്തു. പിന്നാലെ ഈ കേസിൽ ഉൾപ്പെട്ട പ്രതികളെ ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ എത്തിയ പോലീസുകാരെ തടഞ്ഞ് വയ്ക്കുകയും അവിടെയും വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. അതിൽ 55 CPIM പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. ഇതൊരു രാഷ്ട്രീയ വിഷയം പോലീസും തമ്മിൽ, അല്ലെങ്കിൽ CPM ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പും അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും CPIM പ്രവർത്തകരും തമ്മിലൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ തടഞ്ഞു വെക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്തു എന്നതാണ് കേസ്. 2 FIRകൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നത് CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെ വലിയൊരു തർക്കമായി വളരുന്നുണ്ട്. ഇത്രയധികം CPIM പ്രവർത്തകർ 2 കേസുകളിലായും ഈ കാവിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അത് വളർന്നു വലുതാവുകയും അതൊരു രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് പോവുകയും അതിനിടെ പോലീസിനെ ആക്രമിക്കുന്ന നിലയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. ഏറ്റവും ഒടുവിൽ ഒരു പ്രവർത്തകരെ കസ്റ്റഡി എടുക്കാനുള്ള ശ്രമം ബലം പ്രയോഗിച്ച് CPM പ്രവർത്തകർ തടയുന്ന കാഴ്ച ഉൾപ്പെടെ കണ്ടു. അതിലും പ്രത്യേക കേസെടുത്താണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ കാര്യത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ എന്താണോ അത് തുടരും. സംഘർഷം ഒഴിവാക്കാനാണ് കാവിൽ പോലീസ് ശ്രമിച്ചത്. ആ ഘട്ടത്തിൽ ആക്രമിക്കുകയാണ് ചെയ്തത്. നിയമപരമായ നടപടിക്രമങ്ങൾ തുടരും എന്നതാണ്. സജോ ദേവസ്യ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പോലീസുകാരെ ആക്രമിച്ച കേസാണ്. അതിലൊരു CPIM പ്രവർത്തകൻ കൂടി അറസ്റ്റിലായിരിക്കുന്നത്.